ഹലോ മൈസ് വെൽക്കം ടു ഡാർക്ക് ഗെയിമർ എക്സ്പോയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഫ്രീ ഫയറിൽ ഒരു CS റാങ്കാണ്. CS റാങ്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളി തുടങ്ങുന്നത് 0-0-ലാണ്. നമ്മൾ G8 എടുത്തിട്ടുണ്ട്. G8 കൊണ്ട് നമ്മൾ നേരെ മേലേക്ക് പിടിക്കുകയാണ്. മേലെ നിന്ന് എനിമി എന്തായാലും ഉണ്ടാവും 2-3 അപ്പോൾ അവിടെ നിന്ന് പിടിച്ച് നോക്കട്ടെ വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ കളിക്കാൻ നമ്മുടെ ടീംമേറ്റായ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയി ഒരുത്തനെ നമ്മുടെ ടീമേറ്റ് നോക്കട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കോട് എടുത്ത് കയറി വന്ന് ഓനെ തലക്കൊന്ന് കൊടുത്തു. പക്ഷെ കില്ല് നമ്മളെ ടീമേറ്റ് കൊമ്പിട്ടുണ്ട്. അപ്പം അടുത്ത കില്ലെടുക്കാൻ വേണ്ടി നേരെ പോകുമ്പോൾ നല്ലൊരു ഡാമേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓൻ വേഗം ഒളിഞ്ഞു മാറി. പിന്നെ ഓൻ്റെ ടീമേറ്റ് വന്നുകൊണ്ട് ഓരോ സ്കില്ലിട്ടാണ്ട് എല്ലാവരും കൊല്ലാൻ നോക്കണേ. അതാണ് നമ്മുടെ ടീമേറ്റ് വന്ന് 2 ഓനെ നെക്കിൽ പിടിച്ചിട്ടുണ്ട്. അതിലടിക്ക് നമുക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. ടീമേറ്റ് എന്താ 2 ചാടി പോയിട്ടുണ്ട് എനിമി കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ മാത്രമല്ല ഇന്ന് G8 നല്ല കുത്തിനെ പിടിച്ച് ആ എനിമി നോക്കിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഒന്ന് തീർത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ടിൽ ബീസോ എടുത്താണ്ട് നേരെ വെച്ച് പിടിച്ച് എനിമിനെ പൊട്ടിക്കാൻ. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ആയപ്പോൾ നമ്മൾ ബീസോ എടുത്ത് കളി തീർത്തിട്ടുണ്ട്. കളി ഇതിനൊരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടില്ല നല്ല ക്ലിയർ ആയിട്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കളി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ നമ്മൾ 8 മാത്രമുള്ളായിരുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കളി ഓലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-1 കളി നിൽക്കണത്. ഇപ്പോൾ നമ്മൾ ടീമേറ്റ് മുമ്പ് പോയിട്ടുണ്ട്. നമ്മൾ ടീമേറ്റ് ഇവിടെ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ സ്കില്ലിട്ടാണ്ട് മുമ്പക്ക് പോയിരുന്നു. അപ്പോൾ ഒരു എനിമീനെ കണ്ടു. അപ്പം എനിമീനെ കൊല്ലാൻ വേണ്ടി 2 മുമ്പ് ചാടുകയാണ്. അപ്പം നമ്മളെ ടീമേറ്റ് എന്തായാലും 2 നോക്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി നേരെ മുമ്പിൽ ഒരു എനിമി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എനിമി നമ്മളെ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ നേരെ പോയാണ്ട് എനിമിനെ നമ്മൾ കണ്ടപ്പോൾ ഗ്ലൂട്ടാണ് മാറി നിന്നു. പിന്നെ എനിമിനെ തീർത്ത് നിന്ന് ടീമേറ്റ് ഞാൻ വിചാരിച്ച് ബാക്കിലേക്ക് അടിക്കാൻ പോയപ്പോൾ നമ്മളെ പുതിയ സ്കില്ല് ഇട്ടു. അപ്പോൾ ഇതാ ടീമേറ്റ് ഈ എനിമി പോകണം. അവനെ നെക്കിനെ പിടിച്ചു. നമ്മൾ ടീമേറ്റ് നോക്കുമായി. അപ്പോൾ ഗ്ലൂട്ട് ടീമേറ്റിന് പൊക്കാൻ നോക്കുമ്പോഴാണ് ഓൻ്റെ എനിമിൻ്റെ ടീമേറ്റ് വന്ന് നമ്മളെ കൊല്ലാൻ നിൽക്കുന്നത്. അപ്പോൾ ഓനെ നെക്കി പിടിച്ചാൽ നിൽക്കുമ്പോൾ ഓൻ്റെ എനിമിന് വേറെ ടീമേറ്റ് ഇനി നെക്കി പിടിച്ച് 2 കാത്തമാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ട് ഇപ്പോൾ 2-2 ആയിട്ടുണ്ട്. ഇപ്പോൾ 2 ഓലും 2 നമ്മളോട് തരുന്നുണ്ട്. പിന്നെ MP5 ട്രിപ്പിൾ ചിപ്പ് എടുത്ത് നമ്മൾ നേരെ വിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇനി ഇവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ ടീം മൊത്തം റഷായിട്ട് പോകണേ. അപ്പം ഇതാ എനിമി ഒരു ബോംബ് എടുത്ത് ഒരൊറ്റ കയറി വേഗം മാറി നിന്നു. പിന്നെ നമ്മുടെ ടീമേറ്റ് ഒറ്റ നോക്കിട്ടു. അപ്പം നമ്മൾ ചാടിപ്പോയി ഗണ്ണെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പടമായിട്ട് ഇതാ ടീമേറ്റിൻ്റെ മതി. പിന്നെ ഓറഞ്ച് സ്കില്ലിട്ട് നമ്മൾ ഒരു ചെക്കനെ നോക്കട്ടെ. ബാക്കിൽ നിന്ന് ഒരൊറ്റ അടി ഞാൻ നോക്കായി. ഞാൻ ചത്തിരിക്കുന്നു. പിന്നെ ഒരൊറ്റ ടീമേറ്റ് മാത്രമേ ഉള്ളായിരുന്നു. ഒരു ഗ്രീൻ ക്രിമിനൽ ഓനും ഡൈഡായി. ബാക്കിൽ നിന്ന് ഓസ്കറിൽ നിന്ന് ഒരൊറ്റടി. പിന്നെ കളി 2-3 സമനില നിൽക്കും. 2-3 നിൽക്കുമ്പോൾ നമ്മൾ MP5 ട്രിപ്പിൾ ചിറ്റാണ് നേരെ എയർ ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്കാണ് വിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം 2 എനിമിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്കാണ് വേഗമാണ് കയറി. അപ്പോൾ നമുക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. എയർ ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്കാണ് വേഗമാണ് കയറി. അതിലുണ്ടൊരു എനിമിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എനിമിയെ കുത്തിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓനെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓനത് പൊക്കാൻ പോണ്. ഓൻ്റെ എനിമി മറ്റേ സാധനം ഇട്ടാണ്ട് അപ്പോൾ നേരെ കുത്തി പിടിച്ച് ഓനെ നോക്കാക്കി. അപ്പോൾ നമ്മൾ ഒരു ടീമേറ്റ് നോക്കായി. അതൊരു ഫുട്ബോൾ പോലത്തെ മറ്റേ ചങ്ങായി വരുന്നു. ഓനെ പിടിച്ച് നോക്കാൻ ഇട്ടു. അപ്പോൾ രണ്ടാമത്തെ ബാക്കിൽ നിന്ന് അടിച്ചാണ്. അപ്പോൾ നമ്മൾ നേരെ മെഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ കളി 3-3 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമനിലയായിട്ടുണ്ട്. നമ്മൾ 6 ജയിക്കും 6 ജയിക്കും. അപ്പോൾ നമ്മൾ നേരെ 3-3 ആയിട്ടുണ്ട്. ഇവിടെ നേരെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. താഴത്ത് നമുക്ക് ടീമിൽ നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ മാറിയാണ് നിന്നു. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഡാമേജ് കിട്ടി. അപ്പോൾ ഒരുത്തന്നെ നോക്കിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മറ്റേ ടീമേറ്റും അറിയാൻ വന്നിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ ടീമേറ്റ് നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് പോയി. ഞാൻ മാത്രം കുറച്ച് വിട്ട് നിൽക്കുകയാണല്ലോ. നമ്മളെ ഡ്രോൺ വിട്ടു. ഡ്രോൺ വിട്ടപ്പം ഒരുത്തനെന്താ ചാടി വരുന്നു. നമ്മൾ ടീമേറ്റിന് 2 കൊല്ലാൻ നോക്കുകയാണ്. അതിൽ ഞാൻ നേരെ വിട്ടു. അതിൽ ഓൻ തവണ നിൽക്കുന്നത്. ഓനെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഓനെ ഓറഞ്ച് സ്കില്ലിട്ട് മാറിയാണ് നിന്നു. പിന്നെ ഓൻ മറ്റേ ക്രോണിൻ്റെ പവർ ഇട്ടാണ്ട് ഓൻ പൊളിച്ചു നിന്നു. പിന്നെ ഗ്ലൂ വാൾട്ട്. പിന്നെ അവൻ്റെ ടീമേറ്റ് മൊത്തം മോളുണ്ടായിരുന്നു. ഒരു സ്നൈപ്പർ കൊണ്ട് പെരുവടി. പിന്നെ എൻ്റെ ടീമേറ്റ് താഴത്ത് കൂടെ പോയാണ് ചാടി നിന്ന് അടിച്ചു. ഒരുത്തന്നെ നോക്കണം കിട്ടുമ്പോൾ ഓൻ വണ്ടി. പിന്നെ താഴത്ത് സോണാണ്ട് പറ്റിയില്ല. പിന്നെ എന്തൊരു ടീമേറ്റ് വരുന്നു. ഓനെ കുത്തിനെ പിടിച്ചു. ഓനാണ് നോക്കിട്ടു. പിന്നെ രണ്ടാമത്തെ ടീമേറ്റ് വേഗം ചെന്ന് താഴത്ത് പോയി. പിന്നെ ഇനി ഒറ്റൊരുത്തിന് മുന്നോട്ട് പറഞ്ഞപ്പം ടീമേറ്റ് മൊത്തം റഷ് ചെയ്യാണ്. അപ്പം മോളിൽ കൂടെ താഴത്തില്ല. പിന്നെ നേരെ നമ്മൾ മോളുണ്ടാവും വിചാരിച്ചു. മോളിൽ കൂടെ പോകുമ്പോൾ ടീമേറ്റ് ഇതിപ്പോൾ എനിമിനെ കണ്ടു. അപ്പം നേരെ കുത്തിനെ പിടിച്ചപ്പോൾ ഓൻ ഗ്ലൂട്ട് മാറി. ബാക്കോട് പോയി ഒരൊറ്റ അടി. പിന്നെ ഓറഞ്ച് സ്കില്ലിന് ഇട്ടു.
പിന്നെ നേരെ ഒരൊറ്റ പിടിച്ചൽ ഗ്ലൂ ഇട്ടുകൊണ്ട് നേരത്തെ കളി തീർത്തു. അപ്പോൾ ഇത്രയുള്ള ഈ സമയത്ത് വീഡിയോ അടുത്ത വീഡിയോ പിന്നെയും കാണാം.